നമ്മൾ കൽപ്പാത്തിയിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും തിരക്കാണ്. എല്ലാരും തയ്യാറാണോ? വൻ തിരക്കാണ്. അപ്പോ രഥമൊക്കെ അപ്പുറത്ത് കിടക്കുന്നതേ ഉള്ളൂ. തുളസി, രഥത്തെക്കാൾ തിരക്കാണ്. നമ്മൾ ഇതിനിടയിലാണ്. നമ്മളിടയിൽ പെട്ടു. ഈ രഥം ഇനി വലിച്ചുകൊണ്ട് വരണം. അതെ ദീപക് വലേബ, ഈ തിരക്കിനിടയിലൂടെ നമ്മൾ ഈ രഥം എങ്ങനെ കൊണ്ടുവരും? ആ രഥം കൊണ്ടുവരുന്നത് കുറച്ച് പാടായിരിക്കും. അതിനപ്പുറത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൽ പടം പാടായിരിക്കും. ഇത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുണ്ടെന്ന് അറിയുന്നത് നമുക്കൊരു ആത്മവിശ്വാസമാണ് അല്ലേ? അതെ തീർച്ചയായും. നമുക്ക് അവർക്ക് കുറച്ച് വിരുന്നുകൾ ഒരുക്കണ്ടേ? ആ വിരുന്നെല്ലാം ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ കാഴ്ചയുടെ വിരുന്ന് പാലക്കാട്ടുകാർക്ക്, രഥോത്സവം കാണാനെത്തിയവർക്ക്, ടിവിയിലൂടെ ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ പോവാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഒട്ടും വൈകിപ്പിക്കണ്ട. വേണ്ട, തീർച്ചയായിട്ടും നമ്മുടെ കലാപരിപാടികളോട് കൂടെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സന്ദേശം എന്താണ്? നമ്മൾ യൂട്യൂബ് കാണുന്നത് കൊണ്ടാണ് റിപ്പോർട്ടർ നമ്പർ 1 ജാട വേണ്ട എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട്. എന്ത് ജാടയാണ് നമുക്ക്. അപ്പോ വോട്ടർമാരുടെ മനസ്സ് മാറ്റരുതെന്നൊക്കെ പറയുന്നുണ്ട്. വോട്ടർമാരൊക്കെ അതൊക്കെ തീരുമാനിച്ച് വോട്ട് ചെയ്യേണ്ടത്. നമുക്ക് രഥോത്സവത്തെ കുറിച്ച് പറയാം. കല്യാണ ബസ്സിലാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അല്ല, അത് റിപ്പോർട്ടറിന്റെ ഇലക്ഷൻ ബസ്സാണ്. ദേശപ്പോരിന്റെ ഇലക്ഷൻ ഓൺ വീൽസ് ആണ്. അപ്പോ ദീപക് വലേമ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റുകൾ ഒന്നും ചോരാതെ എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും തീർച്ചയായും. നിങ്ങൾ റെഡിയാണോ? അപ്പോ എല്ലാവരും റെഡിയാണ്. റെഡിയായ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കുറച്ച് മുമ്പേ ഒരു ദൃശ്യം കാണിച്ചായിരുന്നു. നമ്മുടെ കുറച്ച് ചേച്ചിമാർ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് താളം തിരുവാതിര സംഘമാണ്. തിരുവാതിര സംഘം ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഈ താളത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വർഷമായിട്ട് ഇവർ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഒരു ന്യൂസ് ചാനലിലൂടെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം അത് ഈ രഥോത്സവത്തിന് പങ്കുവയ്ക്കാൻ പോകണം അല്ലേ? താളം തിരുവാതിരക്കളി കൂട്ടായ്മയിലെ തിരുവാതിരക്കളിയാണ് ഇപ്പോ അരങ്ങേറാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോർട്ടറിലൂടെ അരങ്ങേറാൻ തയ്യാറാണ്. അപ്പൊ നേരെ നമുക്ക് തിരുവാതിരയിലേക്ക് പോകാം. താളത്തിന്റെ കൽപ്പാത്തി രഥോത്സവത്തിലേക്കുള്ള പെരുക്കം ഈ കൈകൊട്ടിക്കൊളിയോടെ ആവട്ടെ. അപ്പൊ തിരുവാതിരയിലേക്ക് അങ്ങനെ വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ അടുത്താണ് നമ്മൾ ഈ തിരുവാതിരകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശൈലപുത്രിക്ക് വേണ്ടി പാടിക്കൊണ്ടാണ് ആ തിരുവാതിര ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുക്കുമ്പോൾ നമുക്കൊപ്പം താഴെ ഇതൊക്കെ ഇരുന്ന് കാണുന്ന എല്ലാ തലമുറയിലും പെട്ട ആളുകളുണ്ട് കേട്ടോ. ജെൻസിക്കൊക്കെ ഇപ്പോൾ തിരുവാതിര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രായത്തിലും പെട്ടവർ ഇപ്പോൾ കൈകുട്ടിക്കളിയും തിരുവാതിരയും ഒക്കെ കാണുന്ന സമയമാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു അച്ഛനെ കൂടി കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോ ഈ തിരുവാതിരകളിലേക്ക് അവതരിപ്പിച്ചത് നാരായണമൂർത്തി എന്ന അഭിഭാഷകന്റെ വീടാണ്. അച്ഛൻ ഇതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. തേരുത്സവമായി വീണ്ടും നമ്മൾ എത്തി. തേരായി നമ്മൾ ഇറങ്ങണ്ടേ? ഇതവിടുത്തെ തേരുവിന്